യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിതയുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, വീട്ടിലേക്ക് ഓടിയെത്തിയ കുട്ടി മേശപ്പുറത്ത് വിഭവസമൃദ്ധമായ ആഹാരം പ്രതീക്ഷിച്ചപ്പോൾ അതൊന്നും അവിടെ ഉണ്ടായില്ല. ചോറും ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുള്ള ഒരു ചുവന്നുള്ളി ചമ്മന്തി. അത് കഴിക്കാതെ വല്ലായ്മയുണ്ടെന്ന് നടിച്ച് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. എന്നിട്ട് വീടിന്റെ പിന്നാമ്പുറത്തേക്കൊന്ന് പാളി നോക്കിയ കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പാളി നോട്ടം, എത്തി നോട്ടം, ഒളിഞ്ഞ നോട്ടം, നേരെ അല്ലാത്ത നോട്ടം. ഇങ്ങനെ ഈ നേരെ അല്ലാത്ത നോട്ടത്തില്, ഒളിഞ്ഞ നോട്ടത്തില്, എത്തി നോട്ടത്തില് പലപ്പോഴും നാം സാധാരണ കാണാത്ത പല കാഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ കാഴ്ചയിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഓരോ നോട്ടവും ഓരോ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അത് ചിലപ്പോൾ വലിയ തത്വചിന്ത നിറഞ്ഞ നോട്ടമാകാം, ചിലപ്പോൾ അരുതാത്തൊരു കാഴ്ചയാകാം. ഈ കവിതയിലെ കുട്ടി നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു തിരിച്ചറിവിന്റെ കാഴ്ച, അങ്ങനെ കണ്ട കാഴ്ച തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവായി, ഏറ്റവും വലിയ വേദമായി മാറുകയാണ്. ആ അറിവാണ് ഈ കവിതയിലെ വേദം, നാം പഠിച്ചെടുക്കേണ്ട വേദം. അപ്പോൾ ഞാൻ കണ്ടു വടക്കിനി മുറ്റത്തൊരാൾ കൂട്ടം, പാവങ്ങളെന്നയൽക്കാർ കൂടിയിരിക്കയാണുമ്മ, അവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി പകർന്നിടും. ഓടിക്കളിക്കുന്നുണ്ട് ആ പഷ്ണിക്കഞ്ഞിയിൽ ഓരോ നെടിയരിവറ്റു മാത്രം. അപ്പോൾ ഞാൻ കണ്ടു എന്ത്? വടക്കിനി മുറ്റം. വടക്കിനി എന്ന വാക്ക് ഇന്ന് നമ്മുടെ നിത്യ വ്യവഹാരത്തിൽ നിന്ന് പതുക്കനെ ആ വാക്ക് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ പഴയ മാളികകളിൽ 4 കെട്ടുകൾ, 8 കെട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അണുകുടുംബങ്ങളിലേക്കും മാറിയപ്പോൾ ഈ 4 കെട്ടോ 8 കെട്ടോ ഒന്നും ഇപ്പോഴില്ല. ചെറിയ കുടുംബങ്ങൾ, ഒരച്ഛൻ, അമ്മ, 2-3 കുട്ടികൾ എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ പണ്ടുണ്ടായിരുന്ന 4 കെട്ടിന്റെ വടക്കേ കെട്ടിന്, വടക്കേ മുറിക്ക് ആണ് വടക്കിനി എന്ന് പറയുന്നത്. ഈ വടക്കേ മുറ്റത്ത് ഒരു ആൾക്കൂട്ടത്തെയാണ് ഈ കുട്ടി കണ്ടത്. എന്താണ് അവിടെ ആൾക്കൂട്ടം? ആരാണവര്? പാവപ്പെട്ടവരായ തൻ്റെ അയൽക്കാരാണ്. അവർ അവിടെ കൂടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഉമ്മ പകർന്നിടുന്ന ചൂടുള്ള കഞ്ഞി വാങ്ങാനായിട്ട്. പാരുക എന്ന് വടക്കൻ കേരളത്തിൽ പറയും. പാരുക, കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക, പകർന്നു കൊടുക്കുക. ഉമ്മ അവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി പകർന്നിടുന്നു. ഈ കൂടിയ അയൽക്കാർക്കൊക്കെ തൻ്റെ ഉമ്മ ചൂടുള്ള കഞ്ഞിയാണ് കൊടുക്കുന്നത്. കഞ്ഞി എന്ന പദം നമ്മൾ ശ്രദ്ധിക്കുക. ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശുദ്ധ മലയാളത്തിലുള്ള ഒരു വാക്കാണെന്ന്. സത്യത്തിൽ അത് സംസ്കൃത ഭാഷയിൽ നിന്നും കടന്നു വന്ന ഒരു വാക്കാണ്. സംസ്കൃത ഭാഷയിൽ നിന്നും മറ്റെല്ലാ ഭാരതീയ ഭാഷകളിലേക്കും ഈ വാക്ക് കടന്നു വന്നിട്ടുണ്ട്. തമിഴിൽ ഈ വാക്കിന് കഞ്ചി എന്നാണ് പറയുന്നത്, കന്നഡത്തിലാകട്ടെ ഗഞ്ചി എന്ന്. പ്രാകൃത ഭാഷയില് കഞ്ചി അ എന്നാണ് പറയുക. സംസ്കൃതത്തിലാകട്ടെ കാഞ്ചിക അല്ലെങ്കിൽ കഞ്ചി
ഈ കാര്യത്തിന് ദീർഘമുണ്ട്. പഴയ നാടുവാഴികൾ കേരളത്തിന്റെ നമ്മൾ സാമൂഹ്യ ചരിത്രം പഠിക്കുമ്പോൾ ജനാധിപത്യ യുഗം വന്നിട്ടും നിലനിന്നിരുന്ന നാടുവാഴികൾ സമീപകാലം വരെ ഉണ്ടായിരുന്നു. ഈ നാടുവാഴി ജന്മിമാര് അവരുടെ പാടത്ത് പണിയെടുക്കുന്ന പാവങ്ങൾക്ക് കഞ്ഞിവെള്ളം മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ. ഈ ചോറ് മുതലാളിമാർക്കുള്ളതാ, ജന്മിമാർക്കുള്ളതാ. അപ്പൊ ചോറുണ്ണാൻ വകയില്ലാത്ത പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന, പണിയെടുക്കുന്ന സാധാരണക്കാരന് കൊടുക്കുന്ന കഞ്ഞിവെള്ളം, അത് സ്ഥിരമായിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്ന ആള് ദരിദ്രനായതുകൊണ്ട്, അതായത് ദാരിദ്ര്യത്തിൽ വസിക്കുന്നതുകൊണ്ട് ദരിദ്രവാസി എന്ന ഒരു അർത്ഥം ഭാഷയിൽ ഉറച്ചു പോവുകയാണ്. ഇനി പാവപ്പെട്ടവർക്ക് വയറ് നിറയെ ചോറുണ്ണാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്നും കഞ്ഞി കുടിക്കേണ്ടവനും ദരിദ്രവാസി എന്ന അർത്ഥം പതിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ അയാൾ, അവൻ, അവൾ ഒരു കഞ്ഞിയാണ് എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് ആ ആളെ, ആരെയാണോ നമ്മൾ വിളിച്ചത്, ആ ആളുടെ ദാരിദ്ര്യ അവസ്ഥയെയും കൂടി നമ്മൾ കളിയാക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തില് ഈ കഞ്ഞിയില്, അതായത് തവിട് മറ്റു പോഷകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിലാ. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഈ ചൂടുള്ള കഞ്ഞി കുടർന്നു കൊടുക്കുന്ന അമ്മ, അതായത് ദാരിദ്ര്യം മാറ്റാൻ തന്നാലാവുന്നത് ചെയ്യുന്ന അമ്മ, ആ അമ്മയെയാണ് കുട്ടി പിന്നാമ്പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത്. ഈ അമ്മയല്ല, ഉമ്മ പകർന്നു കൊടുക്കുന്ന കഞ്ഞിയിൽ, എന്ത് കഞ്ഞിയിൽ? പഷ്ണിക്കഞ്ഞിയിൽ ഓരോ നെടിയരിവറ്റു മാത്രം ഓടിക്കളിക്കുന്നത് ഈ കുട്ടി കാണുന്നുണ്ട്. പഷ്ണി എന്ന വാക്കിന്റെ അർത്ഥം പട്ടിണി എന്നാണ്, അറിയാമല്ലോ. നെടിയ അരി, നീണ്ട അരി, ആ വറ്റു മാത്രമാണ്. നിങ്ങൾ മുല്ല എന്നൊരു സിനിമ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുല്ല എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. നായകൻ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കിടന്ന് കരയുന്ന കുഞ്ഞിന് മടിയിലിരുത്തിക്കൊണ്ട് അമ്മ അടപ്പത്ത് വച്ചിരിക്കുന്ന കഞ്ഞിയിൽ തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ നായകൻ പറഞ്ഞു അമ്മയോട്, കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കൂ എന്ന് പറയും. അവിടെ അമ്മ പറയുന്ന വളരെ ഹൃദയഭേദകമായ ഒരു വാക്യമുണ്ട്. ഈ കലത്തിൽ ഒന്നുമില്ല, വെറും വെള്ളം മാത്രമാണ് അടപ്പത്ത് വച്ചിരിക്കുന്നത്. ഈ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ, ഒരു പ്രതീക്ഷയിൽ ഈ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുട്ടി കരഞ്ഞ് കുറെ കഴിയുമ്പോൾ കുട്ടി കിടന്ന് ഉറങ്ങിക്കോളും. കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. വീട്ടിലെ ദാരിദ്ര്യാവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ കഞ്ഞി കുടിക്കുക പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വയറ് നിറച്ച് ഉണ്ണണമെങ്കിൽ ഓണം വരണമായിരുന്നു. നമ്മൾ വേറെ ഒരു പഴഞ്ചൊല്ലുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി. അമ്മ പകർന്ന ചൂടുള്ള കഞ്ഞി. ഇനി നിങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന, മാർക്കറ്റിൽ കിട്ടുന്ന അരി അത്ര നല്ല അല്ലെങ്കിൽ ശുദ്ധമായ അരിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത കാലഘട്ടത്തിലാണ്. നമ്മുടെ പാടത്ത് നാം കൊയ്തെടുക്കുന്ന നെല്ലിലെ ആ അരി, അതെടുത്ത് ആ കഞ്ഞി തിളപ്പിച്ച് ആ കഞ്ഞിവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, ആ ഊർജം അതിന് നമുക്ക് വേറൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ അപ്പോൾ ഈ ചൂടുള്ള കഞ്ഞി പകർന്നെടുക്കുമ്പോൾ ആ കഞ്ഞിയിൽ അല്പം ഉപ്പോ ഒരു കാന്താരി മുളകോ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമുണ്ട്. മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിലൊന്നാണ് ആഹാരം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് നമ്മൾ പറയാറുള്ളത്. ഈ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന അമ്മയെയാണ് ഈ കുട്ടി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പാളി നോക്കിയത്.
ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, പാളിനോട്ടങ്ങളിലാണ് നമ്മൾ പല കാര്യങ്ങളും കാണുന്നത്, തിരിച്ചറിയുന്നത്. പിന്നാമ്പുറത്തേക്ക് കുട്ടി പാളി നോക്കിയ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച, ഇങ്ങനെ ഒരു വേദം, ഇങ്ങനെ ഒരു അറിവ് കുട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഒരു കൃതി 3 തരം കാലവുമായി സംവദിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൃതി എഴുതപ്പെട്ട ഒരു കാലമുണ്ട്. അത് ഏത് കാലഘട്ടത്തിലെ ജനങ്ങളുമായാണോ ആശയവിനിമയം ചെയ്യുന്നത്, അതായത് ഏത് കാലഘട്ടത്തിലെ ജനങ്ങളാണോ ഈ കൃതി വായിക്കുന്നത്, അങ്ങനെ രണ്ടാമതൊരു കാലം. ഇനി ഒരു കൃതിയുടെ ഉള്ളടക്കത്തിൽ, ആ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് കാലഘട്ടമാണ്, അങ്ങനെ 3 തരം കാലവുമായി ഒരു കൃതി വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മളിൽ ഒരാൾക്ക് 18-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് എഴുതാം. അപ്പോൾ ആ കൃതിയുടെ ഉള്ളടക്കത്തിലെ കാലം 18-ാം നൂറ്റാണ്ടാണ്. കൃതി എഴുതിയിരിക്കുന്നത് 21-ാം നൂറ്റാണ്ടാണ്. ഈ കൃതി അടുത്ത നൂറ്റാണ്ടിലാണ് വായിക്കുന്നതെങ്കിൽ, അപ്പോൾ അടുത്ത നൂറ്റാണ്ടിലെ ജനങ്ങളുമായിട്ടാണ് ഈ കൃതി ആശയവിനിമയം ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ ഈ കവിത, അത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. അതിലെ കാലം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടവും 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷവും ഉള്ള ഒരു കാലഘട്ടമാണ്. അത് 2020-ലെ ജനങ്ങളോടാണ് ഈ കവിത ഇന്ന് വിനിമയം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ 2020-ലെ 21-ലെ ജനങ്ങളാണ് ഈ കവിത വായിക്കുന്നത്. അപ്പോൾ ഈ കൃതിയുടെ ഉള്ളടക്കമായ കാലത്തെ പറ്റിയാണ് ഇവിടെ പരാമർശം. ഇതൊരു ചോദ്യം കൂടിയാ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത്. അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. ആംഗലവാഴ്ചയും യുദ്ധക്കെടുതിയും ആകെയൻ ഗ്രാമം തകർത്തിരുന്നു. എന്റെ നാട്ടിൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് അന്ന് ഈ കഥയിലെ, ഈ കവിതയിലെ കാര്യങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ, കാരണം വൈദേശിക ആധിപത്യം ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ അങ്ങേ അറ്റം, അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. അന്നം ഒരു സ്വപ്നമായി തീരാനുള്ള 2 കാരണമാണ്. ഒന്ന്, ആംഗല വാഴ്ച. ആംഗലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വാഴ്ച ഭരണമാണ്, ബ്രിട്ടീഷുകാരുടെ ഭരണം. പിന്നെ യുദ്ധം ഏതാണ്? 2-ാം ലോകമഹായുദ്ധം. ഇത് രണ്ടും കാരണമായി എൻ്റെ ഗ്രാമം ആകെ തകർന്നിരുന്നു, അല്ലെങ്കിൽ തകർത്തിരിക്കുക. ഈ 2 സംഭവങ്ങളും എൻ്റെ ഗ്രാമത്തെ തകർത്തു. ഓർത്തിരിക്കേണ്ടത്, ഒരു എഴുത്തുകാരൻ തൻ്റെ കൃതിയിൽ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾ, അതിലെ പല സംഭവങ്ങളും പ്രതീകങ്ങളാണെന്നുള്ളതാണ്, സിമ്പൽ ആണെന്നുള്ളതാണ്. എൻ്റെ ഗ്രാമം തകർത്തു, എൻ്റെ ഗ്രാമം തകർന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാമം മാത്രം തകർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഭാരതത്തിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ, ഒരു യുദ്ധം വരുന്നത്, ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം വരുന്നത് എൻ്റെ ഗ്രാമത്തെ മാത്രമല്ലല്ലോ, എൻ്റേതുപോലെയുള്ള ഒരുപാട് ഗ്രാമങ്ങളെ തകർത്തിരുന്നു. ആ ഗ്രാമങ്ങളുടെ ഒക്കെ പ്രതീകമായിട്ട് വേണം നമ്മൾ ഇതിനകത്തെ ഗ്രാമത്തെ കാണാനായിട്ട്. ഈ യുദ്ധക്കെടുതി മൂലവും നമുക്കറിയാം, യുദ്ധാനന്തരം ഓരോ രാജ്യവും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ആ യുദ്ധം കാരണവും ബ്രിട്ടീഷ് കൊളോണിയലിസം,
നമ്മുടെ രാജ്യത്തെ ഒരു കോളനിയായി അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണം മൂലവും എൻ്റെ ഗ്രാമമാകെ തകർന്നു പോയ ഒരു സാമൂഹിക അവസ്ഥ കഥ നടക്കുന്ന കാലത്ത് ഭാരതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആംഗലഭാഷയെ പറ്റി നമ്മൾ പരാമർശിച്ചു. അതെന്താന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യകാലത്ത് വെറും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട കച്ചവടം പരുത്തി, പട്ട്, നീല അമരി, വെടിയുപ്പ്, തേയില, കറുപ്പ്, ഓപ്പിയം എന്ന് പറയുന്നതാണ്. OPIUM, ഓപ്പിയം ഒക്കെ ആയിരുന്നു. ഈ കച്ചവട കമ്പനി ഇന്ത്യയിലെ കച്ചവട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയെ സമീപിച്ചു. രാജ്ഞി 1600 അവർക്ക് ഒരു അനുമതി പത്രം, ഒരു സമ്മതപത്രം നൽകി. ഈ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. അപ്പൊ ഈ അനുവാദ പത്രം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അടക്കമുള്ള ഈസ്റ്റേൺ കൺട്രീസ്, കിഴക്കൻ രാജ്യങ്ങളിൽ എല്ലാ കച്ചവടങ്ങളും നടത്താൻ 15 വർഷത്തേക്കുള്ള ഒരു അധികാരം അവർക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവര് ഇവിടെ കച്ചവടത്തിന് വരുമ്പോ അന്ന് ഇന്ത്യയുമായിട്ട് കച്ചവടം ഉണ്ടായിരുന്ന വിവിധ യൂറോപ്യൻ കമ്പനികൾ തമ്മിലൊരു മത്സരം വന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമല്ല, പല കമ്പനികളുടെയും ലാഭത്തിൽ ചെറിയ വ്യത്യാസം വന്നു. ഇവർ തമ്മിൽ ചെറിയ ഒരു ആഭ്യന്തര മത്സരം, ചെറിയ വഴക്കുകളൊക്കെ തുടങ്ങി. അപ്പോൾ എതിരാളികളുടെ കപ്പൽ മുക്കുക, അതുവഴി വ്യാപാരം തടയുക, ഇത് ഒരു നിത്യസംഭവമായിട്ട് മാറി. അപ്പോൾ എതിരാളികൾ തങ്ങളെ തടയാൻ വന്നു കഴിഞ്ഞാൽ അവരെ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആയുധശേഖരം വേണം, തോക്ക് വേണം എന്ന് ഉള്ള അവസ്ഥയിലേക്ക് വന്നു. അതിനു വേണ്ടി ശ്രമം തുടങ്ങി. അപ്പൊ കച്ചവടത്തിനായിട്ട് ഇവിടെ വന്ന കമ്പനികൾ അവര് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ആയിട്ട് കിട്ടുന്ന പണ്ടികശാല, അപ്പൊ ആ പണ്ടികശാല ക്രമേണ അവരുടെ ആയുധ പുരകളായിട്ട് മാറി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ശക്തി കൊണ്ട് വിജയം നേടുകയും അവര് ഈ മേഖലയിലെ വലിയ കച്ചവട സംഘമായിട്ട് മാറുകയും ചെയ്തു. കച്ചവടത്തിന് വന്നവര് ക്രമേണ ഒരു സൈനിക ശക്തിയായിട്ട് മാറി. സൈനിക ശക്തിയായിട്ട് മാറി എന്ന് മാത്രമല്ല, ഇവിടെ വരുന്ന മറ്റ് കച്ചവട സംഘങ്ങളെ നിയന്ത്രിക്കുന്ന സംഘമായിട്ട് അവര് ക്രമേണ മാറുകയുണ്ടായി. ഇന്ത്യയിലുള്ള നല്ല നിലവാരത്തിലുള്ള പരുത്തി, കോട്ടൺ, പട്ട് മുതലായ തുണികൾ, ഇവിടെ ഏലം, കുരുമുളക്, കറുവപ്പട്ട മുതലായ സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ വാങ്ങുക, ഇതായിരുന്നു എല്ലാ കമ്പനികളുടെയും ലക്ഷ്യം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുമ്പോൾ അവർക്ക് മുമ്പേ ഉണ്ടായിരുന്ന കച്ചവട സംഘങ്ങൾ അവരെ നേരിടുക ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് മാറി. ഈ വൈദേശിക ശക്തികൾ ആദ്യം വരുമ്പോൾ അന്ന് ഭാരതത്തിൽ വളരെ ശക്തമായ ഒരു ഭരണവ്യവസ്ഥ, മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തിമാർ ഭരണത്തിൽ വലിയ സമർത്ഥന്മാരായിരുന്നെങ്കിലും പോർച്ചുഗീസുകാരുമായുള്ള കച്ചവടം രാജാവിന് വലിയ മടുപ്പുണ്ടാക്കുന്നതായിരുന്നു. മടുത്തവരെ കണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ കച്ചവട സംഘം വന്നു കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ബ്രിട്ടീഷുകാരെ ഇവിടെ അവർക്ക് സൂററ്റിൽ ഒരു കമ്പനി, ഒരു കോട്ട അല്ലെങ്കിൽ ഒരു സ്ഥലം അവരുടേതാക്കാനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ ഡച്ച് കമ്പനിയുണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുണ്ട്. ഈ കമ്പനികൾ തമ്മിൽ പരസ്പരമുള്ള വൈരാഗ്യം ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ട്? കച്ചവടത്തിനായിട്ട് ഇവിടുത്തെ കൂടുതൽ കച്ചവടം നടത്തുക, അത് സ്വന്തമാക്കുക. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഇങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിൽ ഈ മലബാർ മദ്രാസ് പ്രസിഡൻസിയിലെ ഭാഗമായിരുന്നു. 1651 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ ഒരു ഫാക്ടറി ആരംഭിക്കുന്നത്. ഈ ഫാക്ടറി ആരംഭിച്ചു, അവിടെ കോട്ട പണിയാനുള്ള അനുവാദം കിട്ടി. അന്നത്തെ ബ്രിട്ടീഷുകാർ
മുഗൾ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ആ പ്രദേശത്തെ 3 ഗ്രാമങ്ങൾ അവരുടെ ആ ഗ്രാമത്തിലെ ജമീന്ദാർ ജന്മിത് വ്യവസ്ഥ, അതായത് പാട്ടം പിരിക്കാനും ജനങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാനും ഒക്കെയുള്ള അവകാശം കൈക്കലാക്കി. ഇവിടെ നമ്മൾ ഓർത്തിരിക്കാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ആനന്ദിന്റെ തള്ളവിരൽ ഇല്ലാത്ത ഗ്രാമം എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഗോവർദ്ധന്റെ യാത്രകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ്. അതിനകത്ത് എഴുത്തുകാരൻ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ബംഗാളിലെ നെയ്ത്ത് തൊഴിലാളികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട വില കിട്ടാത്തത് കൊണ്ട് തങ്ങളുടെ ഈ തള്ളവിരൽ മുറിച്ചു കളഞ്ഞ് നെയ്ത്ത് തൊഴിലിൽ നിന്നും പിന്മാറി എന്നൊരു കാര്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇത്തരത്തിൽ നടന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ആനന്ദ് എന്ന എഴുത്തുകാരൻ പലപ്പോഴും ചരിത്ര വസ്തുതകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ കഥയിലൂടെ പുനരാവിഷ്കരിക്കുന്ന എഴുത്തുകാരനാണ്. അതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ സമാനമായ അനുഭവങ്ങൾ അന്ന് ഭാരതത്തിൽ നടന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജമീന്ദാരി വ്യവസ്ഥ കൈക്കലാക്കിയത് കൊണ്ട് അതിന്റെ മൊത്തം കുത്തകാവകാശം അതുപോലെ പിൽക്കാലത്ത് പലയിടത്തും ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് നമ്മൾ കരുതേണ്ടത്. മദ്രാസ് പ്രസിഡൻസിക്ക് ശേഷം ബംഗാൾ പ്രസിഡൻസി അല്ലെങ്കിൽ കൽക്കത്ത പ്രസിഡൻസി, ഇങ്ങനെ പല ഭാഗങ്ങളും ക്രമേണ അവർ കരസ്ഥമാക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന പേരിൽ നിങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ സയൻസിൽ അത് പഠിച്ചിട്ടുണ്ടാവും. അത് വന്നതോടെ ഇന്ത്യയിൽ കുടിൽ വ്യവസായങ്ങൾ പാടെ അധപതിച്ചു. കാരണം ഈ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മനുഷ്യർ നേരിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ വില കുറഞ്ഞ രീതിയിൽ വിൽക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് കോട്ടൺ വസ്ത്രങ്ങൾ നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചു, പോളിസ്റ്റർ പോലുള്ള തുണികളെക്കാൾ വില കൂടുതലാണ്. കോട്ടൺ വസ്ത്രം അങ്ങനെ വില കൂടാൻ കാരണം എന്താ? അത് നമ്മുടെ കൈത്തറിയാണ്, കൈകൊണ്ട് നെയ്യുന്നതാ, ഉണ്ടാക്കുന്നതാ, അതിൻ്റെ നൂലും തുണികളും എല്ലാം. ഇങ്ങനെ വ്യാവസായിക വിപ്ലവം വന്നോടെ ഇന്ത്യയിൽ കുടിൽ വ്യവസായങ്ങൾ പാടെ അധപതിച്ചു. ഇവിടെ തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിദേശത്ത് നിന്നും ബ്രിട്ടീഷുകാർക്ക് വളരെ അനായാസം അന്നത്തെ കാലത്ത് ഇറക്കുമതി ചെയ്യാൻ പറ്റി. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കച്ചവടത്തിന് വന്ന ആളുകൾ ക്രമേണ നാട്ടില് അധികാരം കരസ്ഥമാക്കുകയും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമാർഗമായ പല ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ വിതരണം ചെയ്തു കഴിഞ്ഞപ്പോൾ, മാത്രമല്ല നാട്ടുകാർ അത് വാങ്ങാൻ നിർബന്ധിതരാവുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവിതം വളരെ പ്രയാസത്തിലായിരുന്നു. ഈ സമയത്ത് കൂനിന്മേൽ കുരു എന്ന പോലെയാണ് 2ാം ലോകമഹായുദ്ധം വരുന്നത്. അത് 1939-45 കാലഘട്ടത്തിലാണ്. 72 ദശലക്ഷം സൈനികർ, ഇന്ത്യയില് 24 ദശലക്ഷം, അത്രയും പേര് മരണമടഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. ബ്രിട്ടന്റെ അധികാര പരിധിയിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും, അതായത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ, അവരും ബ്രിട്ടന്റെ പക്ഷത്ത് നിന്ന് ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 5 ലക്ഷത്തോളം സൈനികരാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് യുദ്ധം ചെയ്തത്. ഇന്ത്യയിലെ സൈനികര് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വേണ്ടി യുദ്ധം ചെയ്തില്ലായിരുന്നെങ്കിൽ ആ 2ാം ലോകമഹായുദ്ധത്തെ ബ്രിട്ടന് അതിജീവിക്കാൻ കഴിയുകയില്ലായിരുന്നു. ഇന്ന് ബ്രിട്ടീഷിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേര് സർ ക്ലൗഡ് ഔച്ചിൻ ലൈക്ക്, അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ 1943 ബംഗാളിൽ വലിയ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാവുന്നുണ്ട്. ഈ ക്ഷാമത്തില് 10 ലക്ഷത്തിലധികം പേര് പട്ടിണി കിടന്നു മരിച്ചു എന്നാണ് കണക്കുകൾ. അപ്പോൾ ഈ ബംഗാളിൽ ഉണ്ടായ ക്ഷാമമാണ് 1940, അത് ബംഗാൾ ക്ഷാമം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഏറ്റവും അവസാനത്തെ ഭക്ഷ്യക്ഷാമമായിരുന്നു. ഈ ക്ഷാമകാലത്ത് 30 ലക്ഷം പേര് മരിക്കുകയുണ്ടായി എന്നാണ് കണക്കുകൾ. 2020 നമ്മൾ കണ്ടു, കൊറോണ എന്ന മാരകമായൊരു വൈറസ് വന്നിട്ട് ഒരുപാട് ജനങ്ങളുടെ ജീവൻ കവർന്നു കൊണ്ടുപോകുന്നത്, ജനങ്ങൾ കഷ്ടപ്പെടുന്നത്, എല്ലാ വിഭാഗത്തിലും എല്ലാ മതത്തിലും എല്ലാ പ്രായത്തിലും പെട്ട ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഫംഗസ്
ആ ഫംഗസിന്റെ പേര് ഹെൽമിന്തോസ്പോറിയം ഒറൈസ. ഹെൽമിന്തോസ്പോറിയം ഒറൈസ. ഈ ഫംഗസ് പരത്തുന്ന ഒരു രോഗം, ആ രോഗത്തിന്റെ പേര് ബ്രൗൺ സ്പോട്ട് എന്നായിരുന്നു. അപ്പൊ ഈ ബ്രൗൺ സ്പോട്ട് എന്ന രോഗം നെൽകൃഷിയെ ബാധിച്ചു. നെൽകൃഷിയെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അരിയില്ലാണ്ട്, ചോറില്ലാണ്ട് പ്രയാസമാണ്. അത് രാജ്യത്തെ മൊത്തം ബാധിക്കണ്ടായി. ഇപ്പൊ ബംഗാളിൽ ബാധിച്ച ഈ ഒരു രോഗം, അതിന്റെ പരിണത ഫലം രാജ്യം മൊത്തമാണ് അനുഭവിച്ചത്. ഇപ്പൊ നമുക്കറിയാം, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളത്തിലേക്ക് വരുന്ന അരി അടക്കമുള്ള പച്ചക്കറി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പുറമേ നിന്നാണ് വരുന്നത്. ഈ ക്ഷാമം മൂലം ഒരുപാട് ആളുകൾ പട്ടിണി ബാധിച്ച് മരിച്ചത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസെൻ അദ്ദേഹം നേരിട്ട് കാണുകയുണ്ടായി. അത് അദ്ദേഹത്തെയും വളരെ ആഴത്തില് ചിന്തിപ്പിച്ചു. അപ്പൊ നമുക്ക് ഈ കവിതയിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളാണ് അന്നം ഒരു സ്വപ്നമായി തീരാൻ കാരണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചില്, ഇദ്ദേഹമാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്. അത്രയ്ക്ക് പരിഹാസമായിരുന്നു ഭരണകൂടത്തിന് നമ്മുടെ ദേശീയ നേതാക്കന്മാരോട്. ദേശീയ നേതാക്കന്മാരോട് പരിഹാസം എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തോട് തന്നെ രൂക്ഷമായ പരിഹാസമായിരുന്നു. ഞാനിങ്ങനെ ചരിത്ര ലോകമഹായുദ്ധവും അല്പം വിസ്തരിച്ചു പോയപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. ആ മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ചരിത്രം വളരെ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ കവിതയിലെ ഭാവത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് കൂടുതൽ സഹായകമാവുകയുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കച്ചവടത്തിന് വന്ന വൈദേശിക ശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങള്, കലാപങ്ങള്, ക്രമേണ ഗ്രാമങ്ങൾ വിലയ്ക്ക് വാങ്ങി ഗ്രാമത്തിലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുത്ത് ക്രമേണ നമ്മെ ഭരിക്കുന്ന ഒന്നായിട്ട് മാറി. അതോടൊപ്പം തന്നെ പട്ടിണിക്ഷാമങ്ങള്, ദുരിതങ്ങൾ ഉണ്ടാകുന്നു. അന്നത്തെ ഭരണാധികാരികൾ ഭാരതീയരോട് കരുണ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ജനത നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം ഈ കവിതയുടെ പിന്നിലുണ്ട്. ഇത് കൊച്ചുകുട്ടിയായ ഈ കവിതയിലെ മകന് അത്രയ്ക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ബംഗാൾ ക്ഷാമം, അല്ലെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം, അതായിരുന്നു തൻ്റെ ഗ്രാമത്തിലെ, തൻ്റെ നാട്ടിലെ ഈ ദുരിതത്തിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളും അത് തിരിച്ചറിയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഉദാഹരണം, കൊറോണക്കാലത്തും പ്രളയകാലത്തും പലപ്പോഴും ആളുകളെ സ്കൂളുകളിലേക്ക്, മറ്റ് സെന്ററുകളിലേക്ക് ഒക്കെ ഇങ്ങനെ സർക്കാർ മാറ്റി താമസിപ്പിച്ചു. അവിടെയൊക്കെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇല്ലെങ്കിലും മിനിമം കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തു. പക്ഷെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം അത് ചെയ്തില്ല. അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യത്തില് നാട്ടിലെ ഇടത്തരക്കാരും സമ്പന്നരുമാണ് ജനങ്ങളെ പരസ്പരം സഹായിച്ചിരുന്നത്. ആ സഹായത്തിന്റെ ചിത്രമാണ്, ഒരു ദൃശ്യമാണ് തൻ്റെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഈ കുട്ടി പാളി നോക്കിയപ്പോൾ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നാമ്പുറത്തേക്കുള്ള പാളി നോട്ടം നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും തിരിച്ചറിവും ഉണ്ടാക്കി തരും എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കണ്ടേ. ഇവിടെ എന്താ ഈ കുട്ടി കണ്ടത്? തന്തമാർ തള്ളമാർ കുട്ടികളന്യോന്യം തള്ളിമാറ്റുന്നു, കലം വിടുന്നു, ഒട്ടുചിലർ കഞ്ഞി മോന്തിപ്പിരിയുന്നു, മറ്റും പലർ വന്നു ചേർന്നിടുന്നു. അൻപാർന്ന് കഞ്ഞി വിളമ്പുവാൻ മുറ്റത്ത് കുമ്പിട്ടു നിൽപ്പതിനുള്ളിൽ ദൂരെ എന്നെ കണ്ടുമ്മ അരികിലെത്തിച്ചൊല്ലി, നന്നേ തിരക്കായിരുന്നു മോനെ. അവിടെ പല പ്രായത്തിലുള്ള ആളുകൾ, തന്തമാര്, തള്ളമാര്, തള്ള മുതലായ പദങ്ങൾ ശരിക്കും മലയാള തനിമയുള്ള പദങ്ങളാ. നമ്മൾ ആ വാക്കുകളൊക്കെ ഡാഡിയെന്നോ മമ്മിയെന്നോ പപ്പയെന്നോ ഒക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ
ഒരു കാലഘട്ടത്തിലെ പ്രയോഗങ്ങൾ, തനിമയുള്ള പ്രയോഗങ്ങൾ കവിതയിലേക്ക് കൊണ്ടുവന്ന അതിസംസ്കൃത പണ്ഡിതനായ ഒരു കവിയുടെ ലാളിത്യത്തിലുള്ള രചനയാണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്യോന്യം, അന്യോന്യം എന്ന് വെച്ചാൽ പരസ്പരം അവർ തള്ളി മാറ്റുന്നു. തങ്ങൾ ഈ ക്യൂവിൽ നിന്ന് ഭക്ഷണം തങ്ങൾക്ക് കിട്ടാനുള്ള തിരക്കിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ തമ്മിൽ പരസ്പരം കലഹിക്കുന്നുണ്ട്. ചില ആളുകൾ, ചിലർ, അല്പം ചിലര് കഞ്ഞി മോന്തി പിരിയുന്നു. തങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇന്ന് കിട്ടും എന്ന് കരുതിയ അന്നം കിട്ടിയിട്ട് അവർ പിരിഞ്ഞു പോകുന്നു. അവർ പോകുന്നതോടൊപ്പം മറ്റു ചില ആൾക്കാർ വരുന്നുണ്ട്. അൻപാണ്. അൻപ് എന്ന് വെച്ചാൽ അമ്പല്ല, അമ്പ് അസ്ത്രമാണ്. അൻപാണ്. അൻപാർന്ന് കഞ്ഞി വിളമ്പുവാൻ മുറ്റത്ത് കുമ്പിട്ടു നിൽപ്പതിനുള്ളിൽ. കുറെ ആളുകളുടെ നടുക്കാണ് എൻ്റെ ഉമ്മ. അപ്പൊ ഉമ്മ ഇങ്ങനെ അതിൻ്റെ നടുക്ക് നിന്ന് കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിലും ആ സമയത്തും ഉമ്മ ദൂരെ നിൽക്കുന്ന എന്നെ കണ്ടു. ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് ജോലി തിരക്കിലും അമ്മയ്ക്ക് എത്ര ദൂരെ നിന്നാലും തൻ്റെ മകന് തിരിച്ചറിയാൻ പറ്റും. അതാണ് അമ്മ. ആ അമ്മ അവിടുന്ന് വേഗം ഈ കുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നെ കണ്ടു ഉമ്മ അരികിലെത്തി ചൊല്ലി. എന്താ പറഞ്ഞ? നന്നേ തിരക്കായിരുന്നു മോനെ. നന്നേ ഏറ്റവും ഉമ്മ കുട്ടിയോട് പറഞ്ഞു, നന്നേ തിരക്കായിരുന്നു മോനെ, പറ്റിയില്ല മീൻകറിയുണ്ടാക്കാൻ. ഈ കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ, വിണ്ണുവാ നിൽക്കാതെ ചമ്മന്തിച്ചോറുണ്ട് എന്നുണ്ണി പോ, നേരമായി ബെല്ലടിക്കാൻ. 4 മണി വിട്ടു നീ വരുമ്പോഴേക്കും അയലച്ചാറുണ്ടാക്കി വെച്ചിടാ ഞാൻ. ഇത്രയും ചൊല്ലി പിരിഞ്ഞുപോയുമ്മ, എന്നുൾത്തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു. മകനേ, നന്ദി തിരക്കായിരുന്നു, നന്നേ തിരക്കായിരുന്നു മോനെ, പറ്റിയില്ല, കഴിഞ്ഞില്ല. എന്തിന്? മീൻ കറിയുണ്ടാക്കാൻ. ഈ കണ്ട നീ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ജനങ്ങൾക്ക് മുഴുവൻ, ഈ കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ, വിണ്ണുവാ നിൽക്കാതെ ചമ്മന്തിച്ചോറുണ്ട് എന്നുണ്ണി പോ. മകനെ, നീ ഇവിടെ കണക്ക് പറയാതെ, പരിഭവം പറയാതെ, പരാതി പറയാതെ, നീ മേശപ്പുറത്തിരിക്കുന്ന ചോറും, എങ്ങനെയുള്ള ചോറ്? ചമ്മന്തിച്ചോറ്. എങ്ങനെ? ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുള്ള ആ ചുവന്നുള്ളി ചമ്മന്തി കഴിച്ച് സ്കൂളിലേക്ക് പോകൂ. നീ ഇവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ക്ലാസ്സിൽ എത്താനുള്ള സമയമാകും. ബെല്ലടിക്കും, നേരമായി ബെല്ലടിക്കാൻ. 4 മണി വിട്ട് നീ വരുമ്പോഴേക്കും അയലച്ചാറുണ്ടാക്കി വെച്ചിടാ ഞാൻ. നിന്റെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ അയലച്ചാറുണ്ടാക്കി വെച്ചിടാ ഞാൻ. ഇതാണ് അമ്മ മകനോട് പറഞ്ഞത്. ഇത്രയും ചൊല്ലി പിരിഞ്ഞുപോയുമ്മ, എന്നുൾത്തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഉമ്മ വീണ്ടും തൻ്റെ ജോലി ചെയ്യാൻ, ഈ പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വിളമ്പാൻ പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ മനസ്സിലെ കാപട്യം, കള്ളത്തരം. എന്താണ് കള്ളത്തരം? ആദ്യം കുട്ടി പറയേണ്ട വല്ലായ്മയുണ്ടെന്ന് നടിച്ചു. എനിക്ക് ഇഷ്ടക്കേട്, എനിക്ക് പ്രയാസം ഉണ്ടെന്ന് നടിച്ചു. കാപട്യം മനസ്സിൽ കിടന്ന് നീറുകയാണ്, ഉമിത്തി പോലെ നീറുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഈ കവിതയുടെ പേര് വേദം എന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഈ പിന്നാമ്പുറത്തേക്ക് പാളി നോക്കിയപ്പോൾ കുട്ടിക്ക് ഒരു അറിവുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങള്, ചോറുണ്ണുന്നവരല്ല, കഞ്ഞി കുടിക്കാത്തവര് ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ ആ ഉണ്ണാത്തവരെ ഊട്ടുകയാണ് തൻ്റെ അമ്മ ചെയ്യുന്ന വലിയ കർത്തവ്യം, വലിയ ധാർമ്മികമായ കർത്തവ്യം. ആരും പറയാതെയാണ് ചെയ്യുന്നത്.
ഭരണകൂടങ്ങൾ ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഉമ്മ, ഒരു കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോഴാണ് ഈ കുട്ടിക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ടായത്. അതുകൊണ്ടാണ് തൻ്റെ മനസ്സിലെ കാപട്യം വെന്ത് എരിഞ്ഞ് ഇല്ലാതായി പോയത്.